ട്രെയിന് കണ്ട് സന്തോഷത്തിലോ എല്ലാരും. കുടുംബത്തിലൊരു കല്യാണം ഉണ്ടെങ്കിൽ പുറക്കാർക്കില്ലാത്ത ഒരു ഷാറായിക്കില്ലേ കുടുംബക്കാർക്ക് ഉണ്ടാകുക. അങ്ങനെ ഒന്നല്ല 2 കല്യാണം എനിക്ക് മെയ് മന്തിൽ, ഒന്ന് എൻ്റെ കസിൻ്റെ ഒന്ന് കാക്കുൻ്റെ കസിൻ്റെ. അപ്പോൾ എൻ്റെ കസിൻ്റെ വെഡിങ്ങിനേക്കുള്ള ഡ്രസ്സ് എടുക്കാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ബ്രൈഡിനുള്ളതല്ല, അപ്പോൾ ഞങ്ങൾ കസിൻസിലേക്കുള്ളത്. 7 മണിയാകുമ്പോഴത്തേക്ക് കുറ്റാടി സ്റ്റാൻഡിൽ എത്താൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിന്നെ പഞ്ചായത്ത് കീപ്പ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് 8 മണിയാകുമ്പോൾ 8:30 ആകുമ്പോഴത്തേക്ക് ഓരോരുത്തർ എത്തിയത്. അതുകൊണ്ട് ഓരോ വൈക്കാണ് ബസ്സിലിരുന്ന് എല്ലാവർക്കും സൈഡ് സീറ്റ് വേണം. മട്ടമ്മ ചോട്ട പോലത്തെ കളിയായിരുന്നു. പിന്നെ കീഞ്ഞപാട് എല്ലാത്തിൻ്റെ എണ്ണത്ത് തലക്കണ്ണാണ് ഞാൻ കണക്കാക്കിയത്. എനിക്കുണ്ടെങ്കിൽ മൂത്ത ഞാനാണ്, ഞാൻ നോക്കണം. ഏതെങ്കിലും ഒന്ന് വിട്ടു വയ്ക്കണം, പിന്നെ പുറക്ക് പോകണ്ട. ഞാൻ എവിടെയും പോയാൽ ഈ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി എന്ന് അറിയില്ല. അതുപോലെ നമ്മളെ സംഭവം കേട്ടോ. നമ്മൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത എന്തെല്ലോ ആണ്, നമ്മൾ പോയി എടുക്കുന്ന വേറെ എന്തെല്ലാം. പക്കല്ലേ വിചാരിച്ചാലും വേദത്തിൽ നമുക്ക് റെഡിമെയ്ഡ് സെക്ഷനിലെ സാധനങ്ങൾ കൈമ കിട്ടിയിട്ടുണ്ട്. ഒരാളിപ്പുറമായും ഒരാളപ്പുറമായും, ഒരാളിപ്പുറമായും ഒരാളപ്പുറമായും. അതുകൊണ്ട് തന്നെ സാധനം ഏടാ അങ്ങനെയൊക്കെ ഉള്ളതെന്ന് വേഗം കണ്ടുപിടി. അവിടെ ഉണ്ട് നമുക്ക് വേഗം കിട്ടി. ഒടുക്കത്തെ തിരക്കെന്ന് വെച്ചാൽ ഒടുക്കത്തെ തിരക്കായിരുന്നു. നല്ല തിരക്കുണ്ട്. എനിക്ക് തോന്നുന്നു വെഡിങ് സീസൺ ആയതുകൊണ്ടാന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് ഒരു 3-4 ആൾക്കുള്ള കിട്ടി. ഞാനടക്ക 3 ആൾക്കും കൂടി കിട്ടാനുണ്ട്. ശരിക്കും അവർക്കും കൂടിയുള്ള ഡ്രസ്സ് അതേ ഡ്രസ്സ് അവിടെ ഉണ്ട്. പക്ഷേ കയ്യിൽ എനിക്കൊത്ത സൈസ് ഇല്ല. എനിക്ക് 3XL വേണം. പക്ഷെ ആ ഡ്രസ്സ് അവിടെ ഫ്രീ സൈസ് ആണുള്ളത്. അപ്പം ഞാൻ വേറെ എടുക്കുമ്പോൾ ഞാൻ ഒറ്റ കുറുക്കനായി പോകില്ല. അതുകൊണ്ട് അവർ ഞാൻ ഒരേപോലത്തെ എടുക്കാന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത്. പക്ഷെ ചേച്ചി പറഞ്ഞിട്ടുണ്ട് അത് എടുത്തോ, നീ എക്സ്ട്രാ തുണി ആഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ അതിൻ്റെ സൈസിനൊത്ത് സ്റ്റിച്ച് ചെയ്താൽ എന്നൊക്കെ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചേച്ചിയോട് ഞാൻ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വേറെ എവിടുന്ന് കിട്ടിയില്ല, ഞാൻ ഇങ്ങോട്ട് തന്നെ വരുന്നതാണ്. ഈ തടിച്ചതിനെ കുറിച്ച് ഞാൻ ഗിൽറ്റ് അടിക്കുന്ന ഏറ്റവും കൂടുതൽ ഗിൽറ്റ് അടിക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഈ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന എല്ലാരും വിളിച്ചു. ആ പ്രൈസ് കണ്ടിട്ടുള്ള ഹോട്ടാട്ടോ ഓടിയത്. നല്ല റേറ്റിന്, പക്ഷെ നല്ല അടിപൊളി കളക്ഷൻ ഉണ്ട്. നമ്മളെ ഈ കോഴിക്കോട് ബീച്ചിലേക്ക് പോകുന്ന റോഡിന് വെൽവെറ്റ് എന്ന് പറഞ്ഞ ഷോപ്പ്, നല്ല അടിപൊളി പീസസ് ഒക്കെ ഉണ്ട്. ബ്രാൻഡ് സിസ്റ്ററിനുള്ളൂ. ഇനി നമുക്ക് 3 ആൾക്കുള്ള സെറ്റാണ്ട്. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഞാൻ കാരണവർക്ക് കിട്ടാനാണ് വിചാരിച്ചു. പിന്നെ നമ്മൾ നേരെ കൊണ്ടാക്കി കസവ് കേന്ദ്രത്തിലേക്ക് തന്നെ പോകാൻ വിചാരിച്ചു. അതിന് മുന്നേ ഫുഡും കഴിച്ച് അവസാനം കറങ്ങിയിട്ട് കസവ് കേന്ദ്രം ആ ഡ്രസ്സ് തന്നെ എടുത്തിട്ടുണ്ട്. എവിടെയോ എന്തോ ഒരു തകരാറ്. കാര്യക്കണ്ട ബില്ല് കണ്ടതിൻ്റെ 2 ആളിപ്പാണ്. അങ്ങനെ കസവ് കേന്ദ്രത്തിന് ആ ഡ്രസ്സും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ വീഡിയോ സെറ്റ് അടുത്ത വീഡിയോയിൽ. അപ്പോൾ ശരി, ടാറ്റാ.